കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചിട്ട ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങൾ 24-ന്. പിന്തുടർന്നെത്തിയവർ പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിടികൂടുന്ന ദൃശ്യങ്ങളാണിത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. തന്റെ വീട്ടിലേക്കാണ് ഇരുവരും ഓടിക്കയറിയതെന്ന് വീട്ടുടമ പ്രദീപ് പറഞ്ഞു. അജ്മൽ വീടിന്റെ പിൻവശത്തൂടെ രക്ഷപ്പെടുകയായിരുന്നുവെന്നും പ്രദീപ് പറഞ്ഞു. അജ്മലിനെ റോഡിലിട്ട് കൈകാര്യം ചെയ്തതിനു ശേഷം വീട്ടിലോട്ട് വളരെ കൂളായിട്ടാണ് വന്ന് കയറുന്നത്. പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു, അവിടെ കയറണ്ടെന്ന് പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തെ കൈ തട്ടി മാറ്റി, വൈഫിന്റെ കൈ തട്ടി മാറ്റിയാണ് വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി വീട്ടിലെ പല ഉപകരണങ്ങളും തട്ടിയാണ് അകത്തോട്ട് കയറുന്നത്. അടുക്കള വാതിൽക്കൽ അവൻ തുറന്ന് നേരെ പുറത്തോട്ടിറങ്ങി. ബാത്റൂമിനകത്ത് പാത്തിരിങ് കയറുമ്പോൾ നീ ഇവിടെ ഇരിക്കണ്ട, നീ പുറത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ അവൻ പുറത്ത് മതിലിയാടി പോയി. ഇവരെ ഉപദ്രവിക്കാനായിട്ട് വീടിന്റെ ചുറ്റും ആൾക്കാർ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയല്ലേ അവിടെ നിന്നോട്ടെ, അവരെ പുറത്ത് വിടാതെ ഞങ്ങൾ നോക്കിക്കോളാം, പോലീസ് വന്നിട്ട് അവരെ കയറ്റി വിടാന്ന് പറഞ്ഞ് വീട്ടിലെ എന്റെ വൈഫ് അവിടെ സംരക്ഷിച്ച് അവിടെ നിർത്തി. സംരക്ഷിച്ച് എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കാതെ അവിടെ നിർത്തി. പോലീസ് വന്നതിന് ശേഷം എന്റെ സുഹൃത്തായ മുരളിയും അദ്ദേഹത്തിന്റെ വൈഫൂടെ കാറിനകത്ത് കയറ്റിയാണ് ഇവരെ വളരെ സുരക്ഷിതമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. പ്രദീപ് അജ്മലിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കും. അയാൾ മർദ്ദനത്തിന് ഇരയായി എന്ന് വൈദ്യപരിശോധന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുക്കാനുള്ള പോലീസിന്റെ തീരുമാനം. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും. അരുൺ, ഇതിൽ വളരെ കൃത്യമാണ്. ആളുകൾ ഈ പ്രതികളെ പിന്തുടർന്ന് എത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അയാളെ ചോദ്യം ചെയ്യാനും തടയാനും നാട്ടുകാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ വാഹനം ഓടിച്ചു പോന്നു. നാട്ടുകാർ പിന്തുടർന്നെത്തി പോലീസിന് പിടികൂടി. പോലീസിന് പിടികൂടാൻ പറ്റുന്ന തരത്തിൽ പോലീസിന്റെ നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയുമോ? എന്താണ് അക്കാര്യത്തിലെ പോലീസിന്റെ ഒരു വിലയിരുത്തൽ? വിജയകുമാർ, ഈ മൈനാഗപ്പള്ളി സംഭവം എന്തായാലും വാർത്തകളിലടക്കം ഇടം പിടിക്കുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു പഴുതടച്ച അന്വേഷണം, പഴുതടച്ച രീതിയിൽ കേസ് പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ പിന്തുടർന്നു ആൾക്കാർ എന്ന കാര്യം പോലീസിന് CCTV ദൃശ്യങ്ങളുടെയും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ സംഭവം നടന്നതിന് ശേഷം ആ നാട്ടുകാർ ഈ വാഹനത്തെ പിന്തുടരുകയാണ്. തുടർന്ന് ഇടക്കുളങ്ങരയിൽ വെച്ചാണ് ഈ വാഹനം ഒരു മതിലിടിച്ച് നിർത്തിയ ശേഷമാണ് നാട്ടുകാർക്ക് ഇരുവരെയും പിടിക്കാൻ കഴിഞ്ഞത്. അവിടെ നിന്നാണ് ഒരു വീട്ടിലേക്ക് കയറുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു അജ്മൽ എന്നും പോലീസിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടക്കുളങ്ങര സ്വദേശി പ്രദീപിന്റെ വീട്ടിലായിരുന്നു ഈ അജ്മൽ ആദ്യം കയറി ചെന്നത്. പക്ഷേ അവിടെയും എന്തിനു വന്നു, അല്ലെങ്കിൽ എന്താണ് ഈ അടിക്ക് പിന്നിലെ സാഹചര്യം, ഈ നാട്ടുകാർ എന്തിനു തന്റെ കൂടെ വന്നു എന്ന കാര്യത്തിൽ വീട്ടുകാർ ചോദിച്ചെന്നൊക്കെ പോലും അജ്മൽ അക്കാര്യത്തിൽ യാതൊരു വ്യക്തതയും വരുത്തിയില്ല. പിന്നീട് പിറകെ വന്ന ഡോക്ടർ ശ്രീകുട്ടിയാണ് ഇക്കാര്യത്തിൽ തങ്ങൾ ഇത്തരം ഒരു അപകടമുണ്ടായി തങ്ങൾക്ക്, അതുകൊണ്ട് അതിന് പിന്നാലെയാണ് ഈ നാട്ടുകാർ എത്തിയതെന്ന വിശദീകരണം നൽകിയത്. എന്നാലും സംഭവത്തിൽ പോലീസ് വ്യക്തമായ ഒരു അന്വേഷണം, പഴുതടച്ച അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. പ്രദീപ് ഒരുപക്ഷെ ഇന്ന് തന്നെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ തന്റെ വീട്ടിലേക്ക് ഇരുവരും അതിക്രമിച്ച് കയറിയെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ സാധ്യതയുണ്ട്. പ്രദീപ് അക്കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് പോവുകയാണെന്നാണ് പ്രദീപ് അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഈ അജ്മലിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. അജ്മലിന്റെ വൈദ്യപരിശോധന റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതായി രേഖപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ഒരു 0 FIR രജിസ്റ്റർ ചെയ്ത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് കൈമാറാനാണ് നിലവിൽ ശാസ്താംകോട്ട പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. പിന്തുടർന്നെത്തുന്ന ആളുകൾ ജനക്കൂട്ടം പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിടികൂടുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ഇനി ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് മർദ്ദനമേറ്റു, പ്രതിക്ക് മർദ്ദനമേറ്റു എന്ന പരാതിയുണ്ട്. അപ്പോൾ അതിൽ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ പോലീസ് ഒരു കേസ് എടുക്കുന്നുണ്ട്. അയാൾക്ക് മർദ്ദനമേറ്റു എന്ന വൈദ്യപരിശോധനാ ഫലം കൂടിയുണ്ട്. ഈ പ്രതികളെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പിനൊക്കെ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്.